കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മലമ്പുഴയുള്ള സ്റ്റാളിൽ നിന്നും ഫ്രഷ് മീനുകൾ, പച്ചമീനുകൾ എങ്ങനെ നേരിട്ട് വാങ്ങാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. അതിന് രാവിലെ വളരെ നേരത്തെ തന്നെ അവിടെ എത്തേണ്ടതുണ്ട്. ഞങ്ങൾ ഏകദേശം 30 കിലോമീറ്റർ ഇപ്പുറത്തുള്ള പുലാപ്പറ്റിൽ നിന്നും രാവിലെ 4:30 മണിക്ക് തന്നെ മലമ്പുഴയെ ലക്ഷ്യമാക്കി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോങ്ങാട് കഴിഞ്ഞ് ഏകദേശം മുണ്ടൂരും കഴിഞ്ഞ് ഒലവക്കോട് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം 5:30 മണിയായിരിക്കുന്നു. അപ്പോൾ അവിടെ ആരും എത്തിയിട്ടില്ല. ഞങ്ങൾക്ക് മുമ്പ് 4-5 ആളുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. ദൂരെ പെരിന്തൽമണ്ണയിൽ നിന്നും കരിങ്കല്ലത്തണയിൽ നിന്നും എത്തിയിട്ടുള്ള ടീമുകളാണ്. ആ സമയത്ത് അതിന് മുമ്പിൽ തന്നെ ഫിഷറി വകുപ്പിൻ്റെ സ്റ്റാളിന് മുമ്പിൽ തന്നെ ഒരു ചായക്കട തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നും ചായ കുടിച്ച് ഞങ്ങളൊരു 7 മണിയാകുമ്പോഴേക്കും 7 മണി വരെ വെയിറ്റ് ചെയ്തു. 7 മണിയാകുമ്പോഴേക്കും കൗണ്ടർ തുറന്നു. കൗണ്ടറിൽ നിന്നും ക്യൂ നിന്ന് ഞങ്ങൾ വന്നത് പ്രകാരം ആളുകൾ പരസ്പരം ആരാണ് ആദ്യം വന്ന് എന്നത് പ്രകാരം പരസ്പരമുള്ള ധാരണയിൽ കൂപ്പൺ മേടിക്കാൻ നിന്നു. ഞങ്ങൾക്ക് 9ാമത്തെ കൂപ്പണാണ്. 9, 10, 11, 12 ഈ 4 കൂപ്പണാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഇനി ഞങ്ങൾ മീൻ വരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ ചുമരിൽ തന്നെ കൃത്യമായി അവിടെയുള്ള നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 7 മണി മുതൽ 10 മണി വരെയാണ് ഉണ്ടാവുക. ഒരാൾക്ക് ഒരു മീനാണ് കിട്ടുക എന്ന്. അങ്ങനെ മീൻ എത്തിയപ്പോൾ കൂപ്പൺ അനുസരിച്ച് മീനുകൾ ആദ്യം വന്ന ആളുകൾക്ക് ആദ്യം എന്നുള്ള രീതിയിൽ കൂപ്പൺ അനുസരിച്ച് മീൻ കച്ചവടം തുടങ്ങുകയാണ്. ഓരോ ആളുകളും മീൻ പിടിച്ചു കൊണ്ടുവരുന്നതനുസരിച്ചാണ് മീൻ കച്ചവടം നടക്കുന്നത്. ചില ആളുകളുടെ അടുക്കൽ 30 കിലോ ഉണ്ടാവും, 40 കിലോ, ചില ആളുകളുടെ അടുക്കൽ 1-2 ചെറിയ മീനുകൾ എന്നുള്ള രീതിയിലാണ്. എല്ലാം ഫ്രഷ് മീനാണ്. ഇന്ന് വന്നതിൽ അധികവും സിലേബിയും രോഹു മീനുമാണ്, കട്ട്ളയുമാണ് ഇന്ന് വന്നത്. എന്തായാലും അങ്ങനെ കൂപ്പൺ അനുസരിച്ച് വലിയ മീനുകളൊക്കെ വരുമ്പോൾ കൂപ്പൺ അനുസരിച്ച് കൊടുക്കും. ചെറിയ മീനുകൾ ഡിമാൻഡ് ഇല്ലാത്തതാണെങ്കിൽ കൂപ്പൺ ഇല്ലാത്തവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കാത്തു നിന്നു. ആ സമയത്താണ് ഒരാൾ ഏകദേശം 2 കിലോനോളം വലിപ്പമുള്ള കണ്ണൻ മീനുമായി കൗണ്ടറിലേക്ക് വന്നത്. കണ്ണൻ മീനിന് ഒരുപാട് ആളുകൾ ഡിമാൻഡ് ചെയ്തെങ്കിലും ഞങ്ങളുടെ കയ്യിൽ കൂപ്പൺ ഉള്ളത് കൊണ്ടും അടുത്ത കൂപ്പൺ ഞങ്ങളുടേതായതുകൊണ്ടും ഞങ്ങൾക്കാണ് ആ മീൻ കിട്ടിയത്. നിലത്തിട്ടാൽ വീണ്ടും കൗണ്ടറിലേക്ക് തന്നെ തിരിച്ച് കയറണം എന്നുള്ള ഒരു വാശിയോടെയാണ് ആ മീൻ നിന്നത്. ഇതാണ്ട് അത്രയും ജീവനാണ്. എന്നാലും മൂപ്പർക്ക് കയറാൻ താല്പര്യമില്ല ഒന്നും. അത് കാരണം കൊണ്ട് ഞങ്ങൾ തിരിച്ചെടുക്കുക തന്നെയാണ്. നേരത്തെ വന്ന് കൂപ്പൺ കൈക്കലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മീനുകൾ കിട്ടാനുള്ള ഒരുപാട് ചാൻസുകളുണ്ട്. 8.5 കിലോനോളം വലുപ്പമുള്ള ഈ മീൻ ഇതേപോലത്തെ വ്യത്യസ്തങ്ങളായ പല മീനുകളും ഡാം മീനുകളും ഫ്രഷായി അവിടെ ലഭിക്കും. അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ പരമാവധി നേരത്തെ തന്നെ വന്ന് ആദ്യം തന്നെ കൂപ്പൺ കൈപ്പറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.